മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ 9th ടേബിൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. 9th ടേബിൾ എല്ലാവർക്കും ഭയങ്കര ടഫാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുന്നതാണ് ഇന്ന് നോക്കുന്നത്. 9th ടേബിൾ നമ്മൾ ഒന്നാമത്തെ ടേബിൾ മുതൽ പഠിച്ചു തുടങ്ങുന്നത്. ഒന്നാമത്തെ ടേബിളിൽ നമ്മൾ 1 × 9 എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ 2 × 9 18 വരുന്നുണ്ട്. മൂന്നാമത്തെ ടേബിളിൽ 3 × 9 27 വരുന്നുണ്ട്. പിന്നെ 4 ടേബിളിൽ 4 × 9 36 വരുന്നുണ്ട്. പിന്നെ 5 ടേബിളിൽ 5 × 9 45 വരുന്നുണ്ട്. പിന്നെ 6 ടേബിളിൽ 6 × 9 54 വരുന്നുണ്ട്. പിന്നെ 7 ടേബിളിൽ 7 × 9 63 വരുന്നുണ്ട്. പിന്നെ 8 ടേബിളിൽ 8 × 9 72 വരുന്നുണ്ട്. പിന്നെ 10 ടേബിൾ എല്ലാവർക്കും ഈസി അല്ലേ, അപ്പോൾ നമ്മൾ അതിലെല്ലാവർക്കും അറിയായിരിക്കും 90 ആണെന്ന്. അപ്പോൾ പിന്നെ 9 × 9 മാത്രം പഠിച്ചാൽ മതി നമുക്ക്. അപ്പോൾ 9 × 9 81 ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. 1 × 9 അവിടെ 0 ഇട്ടിട്ട് 1 2 3 4 5 6 7 8 9 എഴുതി വയ്ക്കണം. പിന്നെ അവിടെ നിന്ന് തന്നെ ഈ 9 എഴുതിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 0 1 2 3 4 5 6 7 8 9 എഴുതണം. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇപ്പം എല്ലാ ആൻസേഴ്സും ശരിയായില്ലേ നോക്കൂ. 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63, 8 9s are 72, 9 9s are 81, 10 9s are 90. നമുക്ക് അടുത്തൊരു മെത്തേഡും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെല്ല് മടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒന്നുമില്ല, റൈറ്റ് സൈഡ് നമ്മൾ 9 ഉണ്ട്. അപ്പോൾ 1 9s are 9. പിന്നെ സെക്കൻഡ് വെള്ളം മടക്കി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1 ഉണ്ട്, റൈറ്റ് സൈഡ് 8 ഉണ്ട്, അപ്പോൾ 80. പിന്നെ 3 9s are 27. പിന്നെ 4 9s are 36. പിന്നെ 5 9s are 45. പിന്നെ 6 9s are 54. പിന്നെ 7 9s are 63. പിന്നെ 8 9s are 72. 9 9s are 81. പിന്നെ 10 9s are 90. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.